എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് 2026 മേടം രാശിക്ക് ശനിയുടെ ഇൻഫ്ലുവൻസ് അത് നല്ലതാണോ ചീത്തയാണോ, എങ്ങനെ വർക്കാകും, അതിനുള്ള DNA പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ആത്മീയ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ആലോചിക്കാം. പൊതുവെ 2026 അത് നമ്മുടെ ശനി ഭഗവാൻ ഇപ്പം നിൽക്കുന്ന ഉത്രട്ടാതി നക്ഷത്രം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അശ്വതി, അതായത് നമ്മുടെ മേടം രാശിയുടെ 12ാം ഭാവത്തിലാണ്. അപ്പോൾ നമ്മൾ സ്വതവേ പറയും 7ാണ്ട് ശനിയുടെ ആരംഭമാണ്, വിരയശനിയാണ്, നിറയെ ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ശനിയെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ നമ്മൾ നക്ഷത്ര അസ്ട്രോളജി പ്രകാരം ശനി ഭഗവാന് നമ്മുടെ ഈ മേടത്തിലുള്ള അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രങ്ങളെ എങ്ങനെ ബാധിക്കും, അത് ഇഷ്ടബലമാണോ അതിനുള്ളത്, അത് കഷ്ടബലമാണോ അതിനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ് അല്ലേ. അപ്പോൾ കേതുവിൻ്റെ നക്ഷത്രം മാത്രമല്ല, അശ്വതി നക്ഷത്രത്തിൻ്റെ എത്രാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി? നമുക്കറിയാം 26ാമത്തെ നക്ഷത്രമാണ്. അതായത് 8 എന്നുള്ള 2 + 6 8ആണ്. ദാറ്റ് മീൻസ് അതെന്താണ്, ക്ഷേമധാരയിലാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഉത്രട്ടാതി നക്ഷത്രവും അശ്വതി നക്ഷത്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ഷേമധാരയാണ്. അപ്പം തീർച്ചയായിട്ടും ശനി ഭഗവാൻ ആ ജാതകത്തിൽ ബലമുള്ള ജാതകം, അതായത് ശനി ഭഗവാൻ ദോഷകാരി അല്ല, അത് കാശി ജാതകവും ഒന്നും അല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ദേവതാശാപദോഷങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്രഹ്മഹത്യാ ദോഷമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശനി ഭഗവാൻ അതിൻ്റെ സ്റ്റോക്ക് എവിടെ, അതിൻ്റെ DNA എവിടെ നമുക്കറിയാം. അശ്വതി നക്ഷത്രത്തിൻ്റെ DNA സൂര്യനിലാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇത് ഈ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ മേടൻ രാശിയുടെ എത്രാം ഭാവാധിപതിയാണ്? 5ാം ഭാവാധിപതിയാണ് അല്ലേ. ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. അത് 2026 നമ്മുടെ വർഷം പിറക്കുമ്പോൾ, അതായത് രാത്രി ഏകദേശം 1/1/2026 രാത്രി ഒരു 12 മണിക്ക് ശേഷം നമ്മുടെ ആരുടെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ എവിടെ നിൽക്കും? ധനുവിൽ നിൽക്കും. അപ്പം മേടം രാശിയുടെ 9ാമത്തെ ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്, ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കണം, സൂര്യൻ വന്നിട്ട് നമ്മുടെ ജാതകത്തിൽ, നമ്മുടെ ജന്മാരൂഢത്തിൽ വളരെ ബലവാനാണ്, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള സ്റ്റോക്ക് വന്നിട്ട് പോസിറ്റീവ് സ്റ്റോക്കാണ്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സ്റ്റോക്കുണ്ട്. ചിലർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ചിലർക്ക് ദോഷകാര്യങ്ങളുടെ സ്റ്റോക്കായിരിക്കും. അപ്പം സൂര്യൻ അവിടെ പോസിറ്റീവ് സ്റ്റോക്കാണ്. സൂര്യൻ ഇവിടെ നമ്മളെ 2026 ധനുവിൽ നിൽക്കുന്നു, 9ാം ഭാവത്തിൽ നിൽക്കുന്നു. നമ്മളത് വർഷം തുടങ്ങുമ്പോൾ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഉത്രട്ടാതി നക്ഷത്രവും അശ്വതിയും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കിയാലും ക്ഷേമധാരയിലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അശ്വതി നക്ഷത്രത്തിന് 2026 ഒരു നല്ലൊരു സമയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞനുസരിച്ച്, നക്ഷത്രശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ നന്നായിട്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് 7ാണ്ട് ശനിയുടെ തുടക്കമാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ചിലവുകളും അനാവശ്യ ചിലവുകളും അത് പോസിറ്റീവായിട്ടുള്ള ചിലവുകളായിരിക്കും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കിനി പരിഹാരങ്ങളിലേക്ക് പിന്നെ വരാം. ഇനി അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം, ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം ശുക്രൻ്റെ നക്ഷത്രമാണ് അല്ലേ. അപ്പം അത് നമ്മൾ പറഞ്ഞ പോലെ ഭരണിയും ഈ ഉത്രട്ടാതിയും തമ്മിലുള്ള കോമ്പിനേഷൻ വരുമ്പം 25ാമത്തെ നക്ഷത്രം, അതായത് 7ആണ്. അത് വരധാരയാണ്. വരധാര എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുണ്ടാക്കുന്ന ധാരയാണ് വരധാര. അപ്പോൾ അവിടെ നമുക്കൊരു മൈനസ് മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഭരണി നക്ഷത്രത്തിൻ്റെ DNA എന്ന് പറയുന്നത് എവിടെയാണ്? ചന്ദ്രനിലാണുള്ളത്. അപ്പോൾ ചന്ദ്രൻ നമ്മുടെ ജാതകത്തിൽ, നമ്മുടെ ജനനജാതകത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, കർക്കിടകത്തിലൊക്കെ നിൽക്കുകയാണ്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ജാതകം നന്നായിട്ട് തന്നെ ഉണ്ടാകും. ആ ജാതകത്തിനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അതാണ് സത്യം. അപ്പം
ചന്ദ്രൻ്റെ അവസ്ഥ അതേപോലെ ഒരു പിന്നെ വൃശ്ചികത്തിലോ അല്ലെങ്കിൽ മകരത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിലോ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ആ സമയത്ത് അനുഭവിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മളിപ്പോൾ ചന്ദ്രൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ചന്ദ്രനാണ് ഭരണി നക്ഷത്രത്തിൻ്റെ DNA. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 2026 തുടക്കത്തിൽ ഈ പറഞ്ഞ 1/1/2026 അർദ്ധരാത്രി 12 മണിക്ക് ശേഷം 12-നും 1 മണിക്കും ഇടയിൽ ചന്ദ്രൻ എവിടെ നോക്കിയ ഇടവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഈ നമ്മുടെ മേടൻ രാശിയുടെ 2ാം ഭാവത്തിലാണ്. അപ്പം ധനാരൂഢത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് സത്യം. പക്ഷേ വീണലച്ചിലുണ്ടാകും എന്നുള്ളത് ഇപ്പുറത്തൊരു ദോഷവും ഉണ്ട്. അപ്പം ജാതകത്തിൽ പൊതുവെ പോസിറ്റീവായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്ന പിന്നെ ഭരണി നക്ഷത്രക്കാർക്ക് അവർക്ക് എങ്ങനെ ഉണ്ടാകും? അവർക്ക് ജീവിതത്തിൽ കുറച്ച് അലച്ചിലുകളൊക്കെ ഉണ്ടായാലും പൈസ കയ്യിൽ കിട്ടും. പൈസ കയ്യിൽ കിട്ടുകയും ചെയ്യും, പൈസ പോവുകയും ചെയ്യും. കാരണം നമ്മുടെ ഞാൻ പറഞ്ഞില്ല 12ൻ്റെ നമ്മളെ എല്ലാ ആസ്പെക്റ്റും നോക്കണം. ഒരേ ഒരു ആസ്പെക്റ്റ് മാത്രം നോക്കിയാൽ നമുക്ക് പറ്റില്ല. എല്ലാം ഒന്ന് ചുറ്റി തിരിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പൈസ കയ്യിൽ കിട്ടും, പക്ഷേ അതുപോലെ പൈസ ചിലവാകും ഭരണി നക്ഷത്രത്തിന്. ഈ 2026 പൊതുഫലം അങ്ങനെ തന്നെ പറയാം. പിന്നെ ഇൻഡിവിജ്വലായിട്ട് അവരവരുടെ ജാതകത്തിൻ്റെ ചന്ദ്രൻ്റെ ബലം, അതുപോലെ തന്നെ ഈ ഭരണി നക്ഷത്രത്തിൻ്റെ ബലം, നക്ഷത്രാധിപനായിട്ടുള്ള ശുക്രൻ്റെ ബലം, ഇതെല്ലാം നോക്കിയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ കുറച്ച് പോസിറ്റീവായിട്ട് വീണലച്ചിൽ, ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കുമെങ്കിലും കുറച്ച് പൈസ കിട്ടുന്ന ഒരു ജാതകമായിട്ടാണ്, സമയമായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തത് നമുക്ക് പിന്നെ കാർത്തിക നക്ഷത്രത്തെ പറ്റി ആലോചിക്കാം. കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ്, നമുക്കറിയാം. അപ്പം കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ്. അതേ സമയത്ത് പിന്നെ 24ാമത്തെ നക്ഷത്രമാണ് ദൈവാനുകൂല നക്ഷത്രം. 24 എന്ന് പറഞ്ഞാൽ 6ആണ്, ദൈവാനുകൂല നക്ഷത്രമാണ്. അപ്പോൾ ദൈവാനുകൂല നക്ഷത്രമാണെങ്കിൽ പൊതുവേ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അപ്പോൾ ഉണ്ടാകും എന്നുള്ളത് സത്യം കാർത്തിക നക്ഷത്രത്തിന് 2026. ഇത് ഒരു പോയിൻ്റ്. പിന്നെ നമുക്ക് അടുത്ത പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാർത്തികയുടെ DNA എന്ന് പറയുന്നത് ചൊവ്വയാണ് അല്ലേ. അപ്പം ചൊവ്വ എവിടെയാണ്? ചൊവ്വ ഏതിൻ്റെ ആധിപത്യങ്ങളാണ്? നമ്മുടെ മേടൻ രാശിയെ സംബന്ധിച്ചോളം ചൊവ്വ എന്ന് പറയുന്നത് പിന്നെ മേടത്തിൻ്റെ അധിപതിയാണ്. അതുപോലെ മേടത്തിൻ്റെ പിന്നെ 8ാം ഭാവത്തിൻ്റെ അധിപതിയാണ്. 1ൻ്റെ 8ൻ്റെ അധിപതിയാണ് ചൊവ്വ. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ചൊവ്വ വന്നിട്ട് പോസിറ്റീവായിട്ടാണ്, ഇഷ്ടബലവദായകനാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജാതകമായിരിക്കും. കഷ്ടബലദായകരാണെങ്കിൽ അവിടെ 8ാം ഭാവമായിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. 8ാം ഭാവം എന്ന് പറയുമ്പോൾ മറവ് സ്ഥാനമാണ്. അതിനകത്ത് പല നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ കാർത്തിക നക്ഷത്രത്തിന് ഒരു 50-50 എന്ന് പറയാം. ഒരു 50-50 ചാൻസസ് ആണ് 2026 പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ അഭിപ്രായം മാത്രമാണ്. പിന്നെ നമ്മൾ ആസ്ട്രോളജിയെ പറ്റി നോക്കുമ്പം ആസ്ട്രോളജി ഒരു കടലാണ്. എന്നാലും ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം അങ്ങോട്ട് പോസിറ്റീവാണ്, എല്ലാം അങ്ങോട്ട് നെഗറ്റീവാണെന്ന് പറയുന്നതോടുകൂടി പറയുന്നത് ഒരു വ്യക്തമായ അർത്ഥമല്ല. അത് നമ്മൾ ജാതകത്തിൻ്റെ ബലാബലമൊക്കെ നോക്കി, അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയുള്ള നക്ഷത്രങ്ങളുടെ പിന്നെ പൊസിഷൻസൊക്കെ നോക്കി, അതുപോലെ തന്നെ ഇനിയും നാഡിയുണ്ട്. അതായത് നാഡി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഗ്രഹം ഒരു ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ, ഉദാഹരണമായിട്ട് ചന്ദ്രൻ നമ്മൾ ഗുരുവിലേക്ക് പോകുന്നു. ഒരു ജാതകത്തിൽ ചന്ദ്രൻ ഗുരുവിലേക്ക് പോവുകയാണ്, നാളെ പോകും. ഇപ്പോൾ നമുക്കറിയാമല്ലോ ചന്ദ്രൻ ഗുരുവിലേക്ക് പോകുന്നത് പറഞ്ഞാൽ ഗുരുവിൻ്റെ തൊട്ട് മുമ്പാണ് ചന്ദ്രൻ നിൽക്കുന്നതെന്ന് വെച്ചോളാം. ചില ജാതകത്തിൽ ഗുരു കഴിഞ്ഞുള്ള ചന്ദ്രൻ നിൽക്കും. ഇത് രണ്ടിനും ഒരേ അർത്ഥമാണോ? അല്ല. ചന്ദ്രൻ ഗുരുവിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്, ഗുരു എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ജാതകത്തിൽ പൊതുവേ വന്നിട്ട് ദൈവത്തിനെ തേടി ഒരു തേടെ കണ്ടുപിടിക്കാനുള്ള ഒരു ആഗ്രഹം ആ ജാതകക്കാർക്ക് എപ്പോഴും ഉണ്ടാകും. മനസ്സിലായില്ലേ? അതേമാതിരി ഗുരു ചന്ദ്രനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓപ്പോസിറ്റായിട്ട് വരികയാണെങ്കിൽ, അതായത് അങ്ങനെയുള്ളൊരു ജാതകമാണെങ്കിലോ നമ്മൾ തേടിയില്ലെങ്കിലും ദൈവം ആ ജാതകക്കാരെ തേടും. മനസ്സിലായില്ലേ? അപ്പം ഈ നാഡി എന്ന് പറയുന്നത് ഗുരുനാഡിയുണ്ട്, ചന്ദ്രനാഡിയുണ്ട്, ശുക്രനാഡിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും വെച്ച് നാഡീശാസ്ത്രം നമുക്ക് പറയാൻ പറ്റും. അതിൽ ഗുരുനാഡിയും ചന്ദ്രനാഡിയും വളരെ കറക്റ്റാണ്. അത് ഓരോ കാര്യത്തിനാണ്. അപ്പോൾ ശുക്രനാടി നോക്കിയാൽ നമുക്ക് ധനത്തിനെ പറ്റി മനസ്സിലാക്കാം. അങ്ങനെ അസ്ട്രോളജി വളരെ വലിയ ഒരു ശാഖയാണ്. വെറും ഒരു ഘട്ടം വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളല്ലത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നാഡിയിൽ തന്നെ ഏകദേശം 9 ടൈപ്പ് നാഡികളുണ്ട്. അതുപോലെ DNA അസ്ട്രോളജി ഉണ്ട്.
അതുപോലെ പിന്നെ നമ്മുടെ കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറഞ്ഞാൽ വളരെ 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 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ പിന്നെ സബ് ലോഡ്സ് ഒക്കെ നോക്കി വെച്ച് കണ്ടുപിടിക്കുക, വളരെ ആക്യുറേറ്റ് ആണത്. അങ്ങനെയൊക്കെ നമുക്ക് ഉള്ള KP അസ്ട്രോളജി ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള, അതുപോലെ നമ്മൾ കർമ്മ അസ്ട്രോളജി ഉണ്ട്. കർമ്മ അസ്ട്രോളജി വെച്ചിട്ട് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ പരിഹാരങ്ങൾ ഈസി ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും. അതുപോലെ നമ്മൾ ആത്മീയ പരിഹാരങ്ങളും കർമ്മ പരിഹാരങ്ങളും, ഇനി ബാച്ച് ഫ്ലവർ മെഡിസിൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ബാച്ച് ഫ്ലവർ മെഡിസിൻസ് വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചൊക്കെ സമാധാനം കിട്ടണമെങ്കിൽ ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉപയോഗിക്കാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് കുറച്ച് അനുഗ്രഹം വേണം, കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉപയോഗിക്കാം. ഇതൊന്നും പൂർണ്ണമാണെന്നല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അസ്ട്രോളജിയിലെ ആത്മീയ പരിഹാരങ്ങളും കർമ്മ പരിഹാരങ്ങളും കമ്പൈൻഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും നമുക്കൊരു 60% ഫലം കിട്ടുന്നത്. ഞാൻ 100% ഒന്നും പറയില്ല. കാരണം എന്താ അറിയാമോ, എല്ലാ മനുഷ്യരും അവരവരുടെ അവരുടെ പിന്നെ ദോഷങ്ങളോ നല്ലതോ അനുഭവിക്കാനാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പരിഹാരം ചെയ്താൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കണ്ണിൽ കൊള്ളുന്നത് പുരികത്ത് കൊണ്ടുപോകും, അത്രേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലോ? വളരെ വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടും, അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു എബിലിറ്റി കിട്ടും. അതാണ് പരിഹാരത്തിൻ്റെ ഗുണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞ പല ജന്മങ്ങളിൽ ചെയ്ത ദോഷത്തിൻ്റെ എല്ലാം കൂടെ ഒരു നെയ്വിളക്ക് തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിൽ എനിക്കിത്ര അനുയോജ്യമായിട്ട് തോന്നുന്നില്ല, അത് പറയുന്നത് ശരിയാണെന്ന്. ഓക്കെ, എന്നാലും നമുക്കത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ നെയ്വിളക്ക് എന്നൊക്കെ പറയുന്നത് ഗുരുവാണ് നെയ്യ്. അപ്പം നെയ്വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഒരു എനർജി അവിടെ ഉണ്ടാകും. ആ എനർജി തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലുള്ളതോ നമുക്ക് ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിനെ തീർച്ചയായിട്ടും അവിടെ അതിനൊരു പരിഹാരമാണ്. ഇങ്ങനെയൊക്കെയാണ് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇനി ഞാൻ പരിഹാരങ്ങളിലേക്ക് വരാം. DNA അസ്ട്രോളജി പരിഹാരം, അതായത് DNA പൊതുവെ കാർമിക് പരിഹാരങ്ങളായിരിക്കും നിങ്ങൾക്ക് സക്സസ് ആകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ വളരെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹബലം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഗുരു ബാധക ഗുരുവാണെന്ന് വെച്ചോളൂ, ഒരു ജാതകത്തിലെ ബാധകനാണെന്ന് വെച്ചാൽ മിഥുന ലഗ്നമാണെന്നേ വിചാരിച്ചോളുക. മിഥുന ലഗ്നത്തിന് ഗുരു ബാധകനാണ് അല്ലേ, പക്ഷേ 7ാം ഭാവാധിപതിയുമാണ്, ബാധകനാണ്. അപ്പോൾ എന്താകും, ഗുരു അവിടെ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ഒരു 8 ആസ്പെക്റ്റ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്താൽ മിക്കവാറും ഗുരു വന്നിട്ട് മിഥുന ലഗ്നത്തിന് പോസിറ്റീവ് ആകാൻ വളരെ ചാൻസ് കുറവാണ്. ചിലതൊക്കെ ഉണ്ടാകാറുണ്ട്, ബാക്കിയുള്ളതൊക്കെ സ്ട്രോങ് ആകുമ്പോൾ അത് ഉണ്ടാകാറുണ്ട്. എന്നാലും ഒരു 30% ഗുരു പോസിറ്റീവ് ആകാത്ത ഒരു വ്യക്തി ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ എനർജിയുമായിട്ട് അവർക്ക് താതാത്മ്യം പാലിക്കാൻ പറ്റത്തില്ല. എന്നുപറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ആൾറെഡി ഒരു നെഗറ്റീവ് എനർജിയാണ്, വീക്കായിട്ടുള്ളൊരു ഗുരുവിൻ്റെ എനർജി ഉണ്ട്. ആ സമയത്ത് അവിടെ പോയാൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് നേരടിയെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പം വീട്ടിൽ വഴക്കുണ്ടാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിനെ കാണാൻ പോയതല്ലേ, വീട്ടിൽ വന്നപ്പോൾ വഴക്കുണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ആരൂഢത്തിൽ, നമ്മുടെ ശരീരത്തിൽ ആ ഗുരുവിൻ്റെ എനർജി ഒരു മൈനസ് ലെവലിൽ നിൽക്കുന്ന ഒരാളെ പെട്ടെന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുവിൻ്റെ ബലം വളരെ കൂടുതലാണ്, വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അവിടെ പൂജ നടക്കുന്നതൊക്കെ ആ എനർജി അങ്ങനെ വെളിയിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുമായിട്ട് താതാത്മ്യം മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അതാണ് സത്യം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റേതായിട്ടുള്ള കാരകത്വങ്ങൾ, ഗുരുവിൻ്റേതായിട്ടുള്ള ധാതുക്കളോ അല്ലെ ഗുരുവിൻ്റേതായിട്ടുള്ള പിന്നെ ഇപ്പം നെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഗുരുവിന് മഞ്ഞ വസ്ത്രം, അതുപോലെ നെയ്യ്, ഇതൊക്കെ അത് ഗുരുവിൻ്റെ കാരകത്വങ്ങളാണ്. അത് നിങ്ങൾ ദാനം ചെയ്യേ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തുള്ള എനർജിയുടെ ലെവൽ ഇമ്പ്രൂവ് ആകും, ഗുരുവിൻ്റെ ലെവല് ഇമ്പ്രൂവ് ആകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഭഗവാന്റെ അടുക്ക പോകുമ്പോൾ അവിടുത്തെ ആ പോസിറ്റീവ് എനർജിയും കൂടെ കോംപ്രമൈസ് ആകും, അതിനെ ബലപ്പെടുത്താൻ പറ്റും. ഇതാണ് പരിഹാരം. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മനസ്സിലാക്കുക. ഈ പരിഹാരം എന്നൊക്കെ പറയുന്ന ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചൊന്നുമല്ല.
ഇതൊക്കെ സയൻസ് തന്നെയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക്, അതുപോലെ ഇപ്പോൾ ശനി പരിഹാരങ്ങൾ പറയുന്നു. ശനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, ശനി ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള താഴ്ത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അംഗഹീനരായിട്ടുള്ളവർ, വളരെ വയസ്സായിട്ടുള്ളവർ, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാരകത്വം, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ശനി ഭഗവാന്റെ കാരകത്വമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഒരു പുതപ്പോ അല്ലെങ്കിൽ നിങ്ങളൊരു ആഹാരമോ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, ഒരു വാട്ടർ വെള്ളമോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്താകും? ആ ശനി ഭഗവാൻ നമ്മൾ ചെയ്യേണ്ട പരിഹാരം അവിടെ ആ നെഗറ്റീവ് നമ്മുടെ ശരീരത്തിൽ ശനി ഭഗവാന്റെ പിന്നെ ആ എനർജി നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നീചമായിട്ടോ, ഉദാഹരണമായിട്ട് അശ്വതിയിലൊക്കെ ശനി ഭഗവാൻ നിൽക്കുന്ന ജാതകങ്ങളൊക്കെ വളരെ ശനിയെ വളരെ നീചത്തിലാണ്, വളരെ വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണാം. ഭയങ്കര വിഷമങ്ങൾ അനുഭവിക്കും. ഇനി രക്ഷയില്ല, നമുക്ക് അടുത്ത ഒരു രക്ഷയില്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും അത്. മനസ്സിലായി? അതാണ് ഈ കാശി ജാതകം എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു രക്ഷയില്ല, ഇനി നമുക്ക് ജീവിക്കേണ്ട, കാരണം എല്ലാ സൈഡും നമ്മൾ ക്ലോസ് ആയി എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കി അപ്പോൾ എന്ത് ചെയ്യണം? ശനിയുടെ കാരകത്വങ്ങൾ, ശനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യണം. ദാനം ചെയ്യേ എന്താകും? നമുക്ക് ആ ശനി ഭഗവാന്റെ ബലം നമുക്ക് കിട്ടും. മനസ്സിലായില്ല? ഇതൊന്നും കിട്ടാത്തതല്ല. ഇതൊക്കെ നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹങ്ങൾ അങ്ങനെ ജീവിതകാലം മുഴുവൻ അതങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ തെറ്റാണ്. അതിനെ നമ്മൾ ബലപ്പെടുത്തുകയോ അതായത് ദോഷമായിട്ടിരിക്കുന്നതിനെ വന്നിട്ട് അതിനെ പരിഹാരങ്ങൾ ചെയ്ത് ബലപ്പെടുത്തിയെടുത്ത് നമുക്ക് പിന്നെ ഫേവറായിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ശനിയെ നമുക്ക് ബലപ്പെടുത്തുക, അതിനുള്ള കാശിയിൽ പോവുക, കാശിയിലെല്ലാം അങ്ങനെ പല പരിഹാരങ്ങളും ഉണ്ട് അതിന്. അങ്ങനെ പല പരിഹാരങ്ങളിലൂടെ ശനിയെ ബലപ്പെടുത്തിയെടുത്തി ഓഫ് കോഴ്സ് നമ്മൾ ആ ജാതകത്തിൽ ആ ഒരു കാശി ജാതകം എന്ന് പറയുന്ന ഏറ്റവും ദോഷമായിട്ടുള്ള ജാതകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അവിടെ അതാണ് സയൻസ് എന്ന് പറയുന്നത്, അതാണ്. അല്ലാതെ ഇതൊക്കെ ചുമ്മാതാണ്, ഇത് തേങ്ങായാണോ മാങ്ങായാണോ, അല്ലെ എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്ത് മനസ്സിലാകാനാ? എങ്ങനെ മനസ്സിലാകും? ഒരു ഡോക്ടർ MBBS പഠിച്ചെടുക്കണമെങ്കിൽ അദ്ദേഹം 5 വർഷം കഷ്ടപ്പെടണം. അത് കഴിഞ്ഞ് എത്രയോ രോഗികളെ പരിശോധിച്ചാണ് അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതിന് പകരം നമ്മൾ സാധാരണക്കാരൊരാൾ പോയിട്ട് അദ്ദേഹം ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അതെന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ ഡോക്ടർ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും അതിനെ ഡീപ്പായിട്ട് പഠിച്ച് അതിന് മറുപടി പറയാനും കഴിവുള്ള ആചാര്യന്മാരെ നിങ്ങൾ കണ്ട് നമ്മുടെ സംശയങ്ങൾ അവരോട് നേരിട്ട് ചോദിച്ച് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം വന്നിട്ട് അവർക്കൊന്നും അറിയില്ല അല്ല, നമുക്കറിയാത്ത ഒന്നും ശരിയല്ലെന്നുള്ളതും അല്ല. നമുക്കറിയാത്തത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയാലേ എന്നാലേ നമുക്കതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ അത് പോട്ടെ, ഞാൻ വീണ്ടും സബ്ജക്റ്റിലേക്ക് വരാം. നമുക്കിപ്പം ശനിയുടെ ഞാൻ ഈ 3 നക്ഷത്രങ്ങളുടെ പിന്നെ DNA പറഞ്ഞല്ലോ. അതായത് അശ്വതിയുടെ പിന്നെ സൂര്യനും, ഭരണിയുടെ ശുക്രനും, സൂര്യൻ്റെ അല്ല കാർത്തികയുടെ ചൊവ്വയുമാണ്. അപ്പോൾ ഈ 3ൻ്റെ ധാതുക്കൾ സമിത്തുക്കൾ, സൂര്യൻ എന്ന് പറയുന്നത് ഗോതമ്പാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് വെള്ളമാണ്, ചൊവ്വ എന്ന് പറയുന്നത് പരിപ്പ് കറിയില്ലേ, തൂരപ്പരിപ്പില്ലേ, അതാണ്. അപ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും ദാനം ചെയ്യാം. എളുപ്പം ദാനം ചെയ്യാൻ വഴി എന്തുവാ? പൊടിച്ച് ലൈറ്റായിട്ട് ഇച്ചിരി മധുരം, ശുക്രൻ്റെ മധുരവും കൂടെ ചേർത്ത് എറുമ്പുകൾക്ക് കൊടുക്കുക. എറുമ്പുകൾ ഇത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ 1000 പേർക്ക് ഒരേ മേച്ച് ദാനം ചെയ്യുന്നതിന് സമമാണ് 1 സ്പൂണ് പിന്നെ നെയ്യോ അല്ലെങ്കിൽ 1 സ്പൂണ് ഇത് ചേർത്ത് ഗോതമ്പോ പൊടിച്ച് എറുമ്പുകൾക്ക് കൊടുക്കുന്നത്. അവരത് എടുത്തിട്ട് പോയിട്ട് അവരത് ഉപയോഗിക്കും. നമുക്ക് ജീവികൾ അർഹിക്കുന്നവർ അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനുള്ള പരിഹാരങ്ങൾ കിട്ടും. അല്ലാതെ നമ്മൾ പോയി വലിയൊരു അന്നദാനമൊക്കെ നടത്തിയിട്ട് വന്നിട്ട് ആ അന്നദാനം നടത്തി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ വിളിച്ച് അന്നദാനം നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം എല്ലാവരും ഒരു ആഹാരം കഴിക്കുന്നത് ഇപ്പോൾ ഇല്ലാത്തവരാരും മിക്കവാറും ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വിളിച്ച് ആഹാരം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വേണം ചെയ്യാൻ, അപ്പോഴേ നമുക്കതിന് പരിഹാരമാകുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, എൻ്റെ ഈ എളിയ വീഡിയോയിൽ നിറയെ തെറ്റുകളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ളവർക്ക് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാലും ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കി പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം, എൻ്റെ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.